الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم ومن يقتل مؤمنا متعمدا فجزاؤه جهنم خالدا فيها وغضب الله عليه ولعنه وأعد له عذابا عظيما. ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, റഹ്മാനും റഹീമുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ രഹസ്യവും പരസ്യവുമായ മുഴുവൻ മേഖലകളിലും കാത്തു സൂക്ഷിച്ച് അല്ലാഹുവിന് തൃപ്തികരമായ തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കണേ എന്ന് ആമുഖമായി എന്നോടും പിന്നീട് നിങ്ങൾ ഓരോരുത്തരോടും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവൻ്റെ സ്വാലിഹീങ്ങളായ മുത്തഖീങ്ങളായ അടിമകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, കേരളത്തിലെ ജനത എന്ന അർത്ഥത്തിൽ നമ്മെ എല്ലാവരെയും ഏറെ സന്തോഷിപ്പിക്കുന്ന, ഏറെ ആഹ്ലാദിപ്പിക്കുന്ന, മനസ്സിന് ആശ്വാസവും സമാധാനവും പകരുന്ന ചില വാർത്തകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയകൾ, വാർത്താമാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മൾ ഓരോരുത്തരും കേൾക്കാനിടയായിട്ടുള്ളത്. കേരളത്തിൻ്റെ ചരിത്രത്തിലൊന്നും ഇതുവരെ കണ്ടിട്ടില്ലാത്ത രൂപത്തിലുള്ള ഒരു ക്രൗഡ് ഫണ്ടിങ്, ഒരു മനുഷ്യജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി 34 കോടി രൂപ നമ്മുടെ കേരളത്തിലെ ജനങ്ങളിൽ നിന്ന് സമാഹരിച്ച് ആ മനുഷ്യൻ്റെ ജീവൻ രക്ഷിക്കാനുള്ള പ്രവർത്തനങ്ങളിൽ
കക്ഷി രാഷ്ട്രീയങ്ങൾ മറന്ന്, മതങ്ങൾ മറന്ന്, ജാതികൾ മറന്ന്, ഭാഷകൾ മറന്ന്, ദേശങ്ങൾ മറന്ന്, എല്ലാം മറന്ന് കേരളത്തിലെ ജനത എന്ന ഒറ്റ പേരിൽ ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചു. അതിൻ്റെ ഫലം നാം കാണുകയുമുണ്ടായി. ഈയൊരു സംഭവവുമായി ബന്ധപ്പെട്ട് ഖുതുബയിലൂടെ എന്താണ് ഇത്ര പറയാൻ? നമ്മളൊക്കെ അതൊക്കെ കേട്ടവരല്ലേ, അറിഞ്ഞവരല്ലേ. പക്ഷേ ഇത്രയും സ്തുത്യർഹമായ, അഭിനന്ദനാർഹമായ പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ കാഴ്ചവെക്കുമ്പോഴും നമ്മൾക്കിടയിൽ നിന്ന് തന്നെ ചില അപശബ്ദങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. ആ പ്രവർത്തനത്തിൻ്റെ സന്ദർഭത്തിൽ തന്നെ അവിടെ ജാതിയോ മതമോ ഒന്നും പ്രവർത്തിക്കുന്ന ആളുകൾക്ക്, അത് സമാഹരിക്കുന്ന ആളുകൾക്ക്, അതിനുവേണ്ടി മുന്നിൽ നിന്ന ആളുകൾക്ക് വിഷയമായിരുന്നില്ല. പക്ഷെ അത്തരം പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കാനോ അല്ല, അതിനുവേണ്ടി ഒരു രൂപ നാണയത്തൊട്ട് നൽകാൻ പോലും മനസ്സ് കാണിക്കാത്ത ചില ആളുകൾ, അവർ സോഷ്യൽ മീഡിയയിലൂടെ പിന്നീട് പ്രചരിപ്പിക്കുന്നത് ഇസ്ലാമിൻ്റെ, ഖുർആനിൻ്റെ, ശരീഅത്തിൻ്റെ ചില നിയമങ്ങളാണ് ഇത്തരത്തിലുള്ള ക്രൂരമായ ചില നടപടികൾക്ക്, കാടത്തമായ ചില നടപടികൾക്കൊക്കെ കാരണമായിട്ടുള്ളത്. നിരപരാധിയായ അബ്ദുറഹീം കോഴിക്കോട്ടുകാരനാണ്. അദ്ദേഹം 18 വർഷത്തോളം ജയിലിൽ അടക്കപ്പെടുകയും പിന്നീട് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുകയും ചെയ്തത് ഇസ്ലാമിൻ്റെ കാടത്തമായ നിലപാട് കൊണ്ടാണ്. അതിൻ്റെ ശരീഅത്തിലുള്ള നിയമസംഹിതകൾ അതേപടി സൗദി അറേബ്യ എന്ന രാജ്യം ഉൾക്കൊള്ളുന്നത് കൊണ്ടാണ്. അങ്ങനെ ഇസ്ലാമിൻ്റെ കാടത്തത്തെക്കുറിച്ച്, അതിൻ്റെ കൊള്ളരുതായ്മയെക്കുറിച്ചൊക്കെ വാതോരാതെ സംസാരിക്കാനാണ് അബ്ദുറഹീമിൻ്റെ ജീവന് വില കൽപ്പിക്കാത്ത, അബ്ദുറഹീമിൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി പ്രവർത്തിക്കാൻ താല്പര്യമില്ലാത്ത പല ആളുകളും പിന്നീട് സോഷ്യൽ മീഡിയയിലൂടെ സംസാരിക്കുന്നതും എഴുതുന്നതുമൊക്കെ നമ്മൾ കാണുകയുണ്ടായത്. നമുക്കറിയാം അബ്ദുറഹീം, അദ്ദേഹം കോഴിക്കോട്ടുകാരനാണ്. 2006 അദ്ദേഹം സൗദി അറേബ്യയിലേക്ക് ജോലി അന്വേഷിച്ചെത്തുന്നത്. അവിടെ എത്തി ഏകദേശം അദ്ദേഹത്തിൻ്റെ ജോലി, അദ്ദേഹത്തിൻ്റെ കഫീലിൻ്റെ മകൻ ഏകദേശം 75% അംഗചലനം നഷ്ടപ്പെട്ട് ജീവൻ രക്ഷാ യന്ത്രങ്ങളുടെ സഹായത്താൽ മാത്രം ജീവിക്കുന്ന ഒരു കുട്ടിയുടെ സംരക്ഷണ ചുമതല ഏൽക്കുക, ആ കുട്ടിയെ പരിചരിക്കുക എന്നുള്ളതായിരുന്നു അബ്ദുറഹീമിൻ്റെ ചുമതല. വന്ന് 1 മാസത്തിനുള്ളിൽ തന്നെ അദ്ദേഹത്തിൻ്റെ വാഹനത്തിൽ ആ കുട്ടിയെയും ഇരുത്തി ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് പോവുകയാണ്. സിഗ്നലിലെത്തിയ സമയത്ത് നമ്മൾ ഓരോരുത്തരും കേട്ട സംഭവമാണ്. സിഗ്നലിലെത്തിയ സമയത്ത് സിഗ്നൽ പരിഗണിക്കാതെ, ആ ചുവപ്പ് ലൈറ്റ് പരിഗണിക്കാതെ തന്നെ വാഹനം മുന്നോട്ടെടുക്കാൻ ആ കുട്ടി, മാനസിക വൈകല്യമുള്ള കുട്ടി നിർദ്ദേശിച്ചു. അബ്ദുറഹീം അതിനെ നിരസിച്ചു. പിന്നോട്ട് തിരിഞ്ഞ് എനിക്ക് സാധ്യമല്ല എന്ന് പറയുന്ന സമയത്ത് ആ കുട്ടി മുഖത്തേക്ക് 1-2 തവണ തുപ്പിയപ്പോൾ അതിനെ പ്രതിരോധിച്ചു. വണ്ടി സിഗ്നൽ കഴിഞ്ഞ് മുന്നോട്ട് പോയി. കുട്ടിയുടെ ചലനമൊന്നുമില്ലാതിരുന്നപ്പോൾ അബ്ദുറഹീം പിന്നോട്ട് ശ്രദ്ധിച്ചപ്പോഴാണ് മനസ്സിലായത്, ആ കുട്ടിയുടെ തൊണ്ടയിൽ ഘടിപ്പിച്ച ആ ജീവൻ രക്ഷാ യന്ത്രം അത് ഇദ്ദേഹത്തിൻ്റെ കൈകൊണ്ട് തട്ടിപ്പോയിട്ടുണ്ട്. ആ കുട്ടിയുടെ വായിൽ നിന്ന് നുരയും പതയും ഒക്കെ വന്നിട്ടുണ്ട്. ആ കുട്ടി മരണപ്പെട്ടിട്ടുണ്ട് എന്ന് അബ്ദുറഹീം മനസ്സിലായി. വെപ്രാളപ്പെട്ടു. തൻ്റെ അമ്മാവൻ നസീർ എന്ന വ്യക്തിയെ വിളിക്കുകയും അദ്ദേഹവുമായി സംസാരിക്കുകയും അങ്ങനെ അവിടെ ചില രക്ഷപ്പെടാനുള്ള മാർഗങ്ങളൊക്കെ അവർ അന്വേഷിക്കുകയും, സൗദി അറേബ്യയാണ്, കൊലക്ക് കൊലയാണ്, രക്ഷപ്പെടാൻ മാർഗങ്ങളില്ല, ഇനി എങ്ങനെയാണ് രക്ഷപ്പെടുക എന്ന ചില തന്ത്രങ്ങളൊക്കെ അശ്രദ്ധ മൂലം അവരിൽ നിന്നുണ്ടാവുകയും ഒക്കെ ചെയ്തു എന്നത് നമ്മൾ ഓരോരുത്തരും മാധ്യമങ്ങളിലൂടെ മനസ്സിലായതാണ്. ഇത് അബ്ദുറഹീം അവിടെ കോടതിയിൽ വിവരിച്ചതാണ്. എന്തായാലും ഫോൺ കോളുകളും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ മുന്നിൽ വെച്ചുകൊണ്ട് സൗദി പോലീസ് അന്വേഷണം നടത്തുകയും അവസാനം അദ്ദേഹം അപരാധിയാണ്, അദ്ദേഹത്തിന് ചില അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, മനഃപൂർവ്വമുള്ള കൊലപാതകമാണ് എന്ന് സൗദി കോടതിക്ക് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിന് വധശിക്ഷ വിധിച്ചിട്ടുള്ളത്. ഇന്ന് നമ്മുടെ നാട്ടിൽ പലരും പ്രചരിപ്പിക്കുന്നത് പോലെ നിരപരാധിയായ അബ്ദുറഹീമിനെ കൊലക്കത്തിക്ക് അല്ലെങ്കിൽ കൊലപാതക ശിക്ഷയ്ക്ക് വിധിച്ചതല്ല. സൗദി അറേബ്യയിലെ കോടതിക്ക് മുന്നിൽ അബ്ദുറഹീം കൊലപാതകിയാണ്.
മനഃപൂർവ്വത്തിലുള്ള കൊലപാതകം അദ്ദേഹത്തിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്ന് സാഹചര്യ തെളിവുകൾക്ക് അടിസ്ഥാനത്തിൽ സൗദി അറേബ്യയിൽ കോടതിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം നിരപരാധിയാണോ അപരാധിയാണോ എന്നൊന്നും നമുക്കറിയില്ല. അവിടെ നടന്ന സാഹചര്യ തെളിവുകൾക്ക് അടിസ്ഥാനത്തിൽ കോടതി നോക്കിക്കാണുന്നത് അങ്ങനെയാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അബ്ദുറഹീമിന് ഈ കോടതി ഈ ശിക്ഷ വിധിച്ചിട്ടുള്ളത്. നമ്മൾ എന്തിനാണ് ഈ വിഷയം ഇപ്പം പറയാനുള്ള കാരണം, നമ്മൾ ഈ രൂപത്തിലുള്ള സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ, തെളിവുകളുടെ അടിസ്ഥാനത്തിൽ, തെളിവുകളൊക്കെ സാഹചര്യ തെളിവുകളും മൊഴികളുമൊക്കെ അബ്ദുറഹീമിന് എതിർഭാഗത്ത് നിൽക്കുമ്പോൾ, പ്രതികൂലമാകുമ്പോൾ ഈ ഒരു ശിക്ഷ കോടതി വിധിച്ചതുകൊണ്ട് പല ആളുകളും, അത് ഇസ്ലാമിന്റെ ശത്രുക്കളായ പല ആളുകളും പറയുന്നത് ഇസ്ലാമിന്റെ ഈ രൂപത്തിലുള്ള ശരീഅത്തിന്റെ നിയമങ്ങൾ അത് കാടത്വമാണ്, അത് ക്രൂരതയാണ്, കൊലപാതകം എന്നൊരു നിയമമൊക്കെ പാടുണ്ടോ, ഇതൊക്കെ ഇത്ര ക്രൂരമായ നിലപാടുകളല്ലേ? പക്ഷേ ഏതൊക്കെ രാജ്യത്ത് ഇതൊക്കെ നിലകൊള്ളുന്നുണ്ട്, ഈ നിലപാടുകളും ഈ നിയമങ്ങളൊക്കെ ഉണ്ട് എന്നൊന്നും അവരാരും സത്യത്തിൽ പരിശോധിക്കാറില്ല എന്നുള്ളതാണ്. ഇവിടെ വളരെ കൃത്യമായിക്കൊണ്ട് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്, ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ട് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചതുപോലെ യുരീദൂന ലിയുത്ഫിഉ നൂറല്ലാഹ്, അള്ളാഹുവിന്റെ പ്രകാശത്തെ ഊതിക്കെടുത്താൻ വേണ്ടി ബി അഫ്വാഹിഹിം, അവരുടെ വായ കൊണ്ട് ഊതിക്കെടുത്താൻ വേണ്ടി അവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കും, എഴുതിക്കൊണ്ടിരിക്കും, പരിശ്രമിച്ചുകൊണ്ടിരിക്കും. പക്ഷേ വല്ലാഹു യുതിമ്മു നൂരിഹി വലൗ കരിഹൽ കാഫിറൂൻ, ഇത്തരത്തിലുള്ള ചില സംഗതികളൊക്കെ ഉണ്ടാകുമ്പോഴാണ് ഇസ്ലാമിന്റെ അത്തരത്തിലുള്ള വിഷയങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കുക. അപ്പോഴാണ് അതിന്റെ അന്യൂന്യമായ നിയമാവലികളെ കുറിച്ച് നമ്മൾ ബോധ്യപ്പെടുക. നമ്മൾ മാത്രമല്ല, ഇതര സമുദായങ്ങളിലുള്ള ആളുകൾ പോലും ഇസ്ലാമിന്റെ അത്തരം വിഷയത്തിലുള്ള കാഴ്ചപ്പാടുകളെ, എങ്ങനെയാണ് അത്തരം വിഷയങ്ങളെ ഇസ്ലാം നോക്കിക്കാണുന്നത്, എത്ര ഗൗരവത്തോടെയൂടെയാണ് ഇതൊക്കെ നോക്കിക്കാണുന്നത് എന്നത് പലപ്പോഴും മനസ്സിലാകുന്നത് അപ്പോഴാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി കൊണ്ട് ഈ വിഷയം വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. സഹോദരങ്ങളെ, കൊലപാതകമാണ് ഇവിടെ വിഷയം. ഒരു മനുഷ്യജീവൻ അറിഞ്ഞോ അറിയാതെയോ അബ്ദുറഹീമിന്റെ കരങ്ങളാൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതാണ് വിഷയം. കൊലപാതകത്തിന് പിന്നാലെയാണ് ഈ ശിക്ഷാ നടപടികളും ജയിൽവാസവും ഒക്കെ അദ്ദേഹം നേരിടുന്നത്. എങ്ങനെയാണ് ഇസ്ലാം കൊലപാതകത്തെ നോക്കിക്കാണുന്നത്? എത്ര ഗൗരവത്തോടുകൂടെ ഒരു ജീവൻ പോലും ഹനിക്കുക എന്നുള്ളത് ഒരു മുസ്ലിമിന്, ഒരു മനുഷ്യന് അനുവദനീയമല്ല എന്നും അന്യായമായി ഒരു തരത്തിലും ഒരു ജീവൻ ഹനിക്കരുത് എന്നുമാണ് കൃത്യമായ ഗൗരവത്തോടുകൂടെയുള്ള വിശുദ്ധ ഖുർആനിന്റെ നിർദ്ദേശങ്ങൾ നമുക്ക് കാണാൻ കഴിയുക. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ സൂറത്ത് മാഇദയിലെ 32-ാമത്തെ ആയത്തിലൂടെ പഠിപ്പിക്കുന്നത്, മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർദി ഫകഅന്നമാ ഖതല അന്നാസ ജമീഅ, ഏതെങ്കിലും ഒരു മനുഷ്യനെ കൊന്നാൽ, മൻ ഖതല നഫ്സൻ, ഒരു മനുഷ്യനെ അകാരണമായിട്ട് ആരെങ്കിലും കൊന്നാൽ അയാൾ ഫകഅന്നമാ ഖതല അന്നാസ ജമീഅ, ഈ ഭൂമി ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെ കൊന്നതിന് തുല്യമാണ് എന്ന. ഒരാളെ കൊന്നാൽ, ഒരു മനുഷ്യന്റെ ജീവനെടുത്താൽ അയാൾ ഈ ഭൂമി ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും കൊന്നവന് തുല്യമായ ക്രൂരമായ നടപടിയാണ് അയാളിൽ നിന്നുണ്ടായത് എന്ന് വളരെ മോശമായ രൂപത്തിൽ തന്നെയാണ് വിശുദ്ധ ഖുർആൻ അതിനെ പഠിപ്പിച്ചു തരുന്നത്. വളരെ കൃത്യമായി നമ്മൾ ഓരോരുത്തരും അത് മനസ്സിലാക്കി. ഇസ്ലാമിന്റെ നിലപാട് അങ്ങനെയാണ്. വധവുമായി, കൊലപാതകവുമായി. നോക്കൂ, 7 വൻപാപങ്ങളെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നു. അവിടെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൂന്നാമതായി എണ്ണുന്നത് വഖത്ലുൻ നഫ്സ്, ഒരു ജീവൻ എടുക്കുക എന്നുള്ളതാണ്. അല്ലത്തി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്, അന്യായമായ രൂപത്തിൽ, അള്ളാഹു അനുവദനീയമാക്കാത്ത രൂപത്തിൽ ഒരു മനുഷ്യന്റെ ജീവൻ എടുക്കൽ, അത് ഏറ്റവും വലിയ വൻ പാപങ്ങളിൽപ്പെട്ടതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നു. വിശുദ്ധ ഖുർആൻ സൂറത്ത് ഫുർഖാനിന്റെ 63 മുതൽ 76 വരെയുള്ള വചനങ്ങളിൽ അള്ളാഹുവിന്റെ ഇബാദുർ റഹ്മാൻ എന്ന് തുടങ്ങി അള്ളാഹുവിന്റെ കാരുണ്യവാനായ റബ്ബിന്റെ ഏറ്റവും നല്ല അടിമകളുടെ സ്വഭാവ വിശേഷണങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് കാണാം, വലാ യഖ്തുലൂന അൻ-നഫ്സല്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്, അന്യായമായി കൊണ്ട് അവർ ഒരു മനുഷ്യ ജീവൻ എടുക്കാത്തവരാണ്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ, ഈ ആയത്തുകളിലൂടെ, ഈ ഹദീസുകളിലൂടെ ഒക്കെ പഠിപ്പിക്കുന്നത് ഏതെങ്കിലും ഒരു മുസ്ലിമിനെ കൊല്ലുന്ന വിഷയമല്ല.
ഒരു മുസ്ലിം അമുസ്ലിമിനെ കൊല്ലുന്ന വിഷയം ഇവിടെ മതത്തിന്റെ പേര് പറയുന്നില്ല. ഇവിടെ മതമുള്ളവനാവട്ടെ മതമില്ലാത്തവനാവട്ടെ അമുസ്ലിം ആവട്ടെ മുസ്ലിം ആവട്ടെ ഇതൊന്നും വിഷയമല്ല. മൻ ഖതല നഫ്സൻ, ഒരു മനുഷ്യ ജീവൻ അതെടുക്കുന്ന വിഷയമാണ് അള്ളാഹു പഠിപ്പിക്കുന്നത്. അതാണ് അള്ളാഹുവിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും നമുക്ക് പഠിപ്പിച്ചു തരുന്നു. ഒരു മനുഷ്യ ജീവൻ ആരെങ്കിലും എടുത്താൽ അയാൾ ഏറ്റവും വലിയ പാതകമാണ് ചെയ്തിട്ടുള്ളത് എന്ന. അതൊരു മുഅ്മിനാകുമ്പോൾ ഒരു മുഅ്മിനുമായിട്ടുള്ള കൊലപാതകത്തെ കുറിച്ച് അള്ളാഹു വളരെ ഗൗരവത്തോടുകൂടെ തന്നെ അത് പഠിപ്പിക്കുന്നുണ്ട്. വമൻ യഖ്തുൽ മുഅ്മിനൻ മുതഅമ്മിദൻ, മനഃപൂർവ്വം ഒരു മുഅ്മിനിനെ ആരെങ്കിലും ഒരു സത്യവിശ്വാസിയാണ് കൊല്ലുന്നതെങ്കിൽ ഫജസാഉഹു ജഹന്നം, നരകമാണ് അയാൾക്ക് ശാശ്വതമായി, ഖാലിദൻ ഫിഹ, ശാശ്വതമായി അയാൾ നരകാവകാശിയാണ്. വഗദിബല്ലാഹു അലൈഹി വലഅനഹു വഅഅദ്ദ ലഹു അദാബൻ അദീമ, അയാൾക്ക് അല്ലാഹുവിന്റെ കോപമുണ്ട്, അല്ലാഹുവിന്റെ ശാപമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അയാൾക്ക് വേദനാജനകമായ ശിക്ഷ ഒരുക്കി വെച്ചിട്ടുണ്ട്. എത്രത്തോളമാണ് കൊലപാതകവുമായി ബന്ധപ്പെട്ട് മനുഷ്യജീവനുമായി ബന്ധപ്പെട്ട് അതിലേക്ക് എത്തുന്ന കാര്യങ്ങളെ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മൻ അശാറ ഇലാ അഖീഹി ബിഹദീദ, തമാശക്കൊക്കെ നമ്മൾ കത്തിയെടുത്ത് ചൂണ്ടാറുണ്ട്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ കത്തിയെടുത്ത് തന്റെ സഹോദരന് നേരെ ചൂണ്ടിയാൽ ഫഇന്നൽ മലായികത തൽഅനുഹു ഹത്താ വഇൻ കാന അഖാഹു ലിഅബിഹി വഉമ്മി. നോക്കൂ, അയാൾ ആ കത്തി എടുത്തു മാറ്റുന്നത് വരെ അല്ലാഹുവിന്റെ മുഖറബീങ്ങളായ മലക്കുകൾ അയാളെ ശപിച്ചുകൊണ്ടിരിക്കും. ആക്രമിച്ചിട്ടില്ല, കൊന്നിട്ടില്ല, കുത്തിയിട്ടില്ല, അത് ചൂണ്ടിയതിന് പോലും മലക്കുകളുടെ ശാപവാക്കുകൾ അയാൾക്ക് നേരെ ഉയർന്നുകൊണ്ടിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി കൊണ്ട് നമുക്ക് പഠിപ്പിച്ചു തരുന്നു. തീർന്നില്ല, പരലോകത്ത് ആദ്യമായി ചോദ്യം ചെയ്യപ്പെടുന്ന കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അവ്വലുമായി ഖുദാ ബൈനൻ നാസി ബിദ്ദിമാ, രക്തച്ചൊരിച്ചിലുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ കുറിച്ചാണ് പരലോകത്ത് ആദ്യമായി ചോദ്യം ചെയ്യപ്പെടുക എന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരിക്കൽ പറഞ്ഞു, ഇദാ തവാജഹൽ മുസ്ലിമാനി ബിസൈഫിഹിമാ ഫൽഖാതിലു വൽ മഖ്തൂലു ഫിന്നാർ, രണ്ടാൾ പോരാടാൻ വേണ്ടി തന്റെ ഉറയിൽ നിന്ന് വാളൂരിയാൽ, രണ്ടാളുകൾ പരസ്പരം വാളൂരി ആ രൂപത്തിൽ ആയുധമെടുത്ത് കലഹിച്ചാൽ ഫൽഖാതിലു വൽ മഖ്തൂലു ഫിന്നാർ, ആ കൊന്നവനും കൊല്ലപ്പെട്ടവനും നരകത്തിലാണെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹാബത്ത് ചോദിച്ചു, നബിയേ ഫൽ കൊന്നാള് നരകത്തിൽ തന്നെ, പക്ഷെ മഖ്തൂൽ മറ്റേയാൾ കൊല്ലപ്പെട്ടതല്ലേ, അയാൾ എന്തിനാണ് നരകത്തിൽ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി കൊടുത്തു, ഇന്നഹു ഖദ് അറാദ ഖത്ല സാഹിബി, അയാൾ തന്റെ സഹോദരനെ കൊല്ലാൻ ഉദ്ദേശിച്ചിരുന്നു, അയാൾക്ക് പറ്റാത്തതുകൊണ്ടാണ്. രണ്ടുപേരും നരകത്തിലാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി കൊണ്ട് പഠിപ്പിച്ചു കൊടുത്തു. സഹോദരങ്ങളെ, ഇതൊക്കെ ഇസ്ലാമിന്റെ നിർദ്ദേശം. ഇനിയും ഒട്ടനവധി ആയത്തുകൾ, ഒട്ടനവധി ഹദീസുകൾ കൊലപാതകവുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാം. ഇതാണ് ഇസ്ലാമിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് അതിന്റെ കാഴ്ചപ്പാട്. ഇസ്ലാം അത്രയും ഗൗരവത്തോടുകൂടെ, ഇത്രയും ഗൗരവത്തോടുകൂടെയാണ് ഇസ്ലാം ഇതിനെ പഠിപ്പിക്കുന്നത്. ഇങ്ങനെയൊക്കെ താക്കീത് നൽകിയിട്ടും ഇത്ര ഗൗരവത്തോടുകൂടി അതിന്റെ ശിക്ഷാ നടപടികളെ കുറിച്ചൊക്കെ പറഞ്ഞു കൊടുത്തിട്ടും ഒരു മനുഷ്യൻ അങ്ങനെ ഒരു കൊലപാതകം നിർവഹിക്കുകയാണ്, ചെയ്യുകയാണ് എങ്കിൽ അതിന് കടുത്ത ശിക്ഷയാണ് ഇസ്ലാമിനുള്ളത്. ഗൗരവമുള്ള ശിക്ഷയാണ് ഇസ്ലാമിനുള്ളത്. ആദ്യം അത് പ്രവാചകന്മാരിലൂടെ വേദഗ്രന്ഥത്തിലൂടെ വളരെ കൃത്യമായി കൊണ്ട് പഠിപ്പിച്ചു കൊടുത്തു. എന്നിട്ടും ആ ഒരു പ്രവൃത്തി ആരുടെയെങ്കിലും ജീവിതത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുൽ ഖിസാസു ഫിൽ ഖത്ല, അതെ സത്യവിശ്വാസികളെ, നിങ്ങളിൽ ഇതാ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിരിക്കുന്നു അൽ ഖിസാസു ഫിൽ ഖത്ല, ഈ രൂപത്തിൽ കൊലപാതകം നടന്നാൽ അതിനുള്ള ശിക്ഷ എന്താ? തിരിച്ചു കൊല്ലുക എന്നുള്ളതാണ്. അത് ആരാ കൊല്ലേണ്ടത്? കൊന്ന വ്യക്തിയോ കൊന്ന വ്യക്തിയുടെ ഏട്ടനോ അനുജനോ മക്കളോ വാപ്പയൊന്നുമല്ല, അത് ആ കോടതിയാണ് നിശ്ചയിക്കേണ്ടത്. ആ കൃത്യം നിർവഹിക്കേണ്ടത് കോടതിയാണ്. അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാമിക കോടതിക്കാണ് അതിനുള്ള അധികാരമുള്ളത് എന്നത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിഷയം വളരെ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തരുന്നത് എന്താണ്? വളരെ കൃത്യമായി പഠിപ്പിച്ചു തരുന്നു. ഈ രൂപത്തിൽ ഗൗരവത്തോടുകൂടെ കൊലപാതകത്തിന്റെ ഗൗരവം നമുക്ക് പഠിപ്പിച്ചു തന്നു, നമുക്ക് താക്കീത് ചെയ്തു തന്നു. എന്നിട്ടും ഒരാൾ പ്രവർത്തിക്കുകയാണെങ്കിൽ അയാളെ കൊല്ലണം.
അയാളെ കൊല്ലണം. കാരണം ഇതൊക്കെ അറിഞ്ഞിട്ടും അയാൾ അത് പ്രവർത്തിക്കുകയാണെങ്കിൽ, മനഃപൂർവ്വമാണ് അയാൾ പ്രവർത്തിക്കുന്നത് എങ്കിൽ അയാളിൽ ക്രൂരമായ മനസ്സുണ്ട്, അയാളെ കൊന്നുകളയണം എന്ന് തന്നെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. പക്ഷേ അവിടെയും ഇസ്ലാം പഠിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വലാ തഖ്തുലുൻ നഫ്സല്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ് വമൻ ഖുതില മദ്ലൂമൻ ഫഖദ് ജഅൽനാ ലിവലിയി സുൽത്താനൻ. ഇനി ഇത് കൊല്ലേണ്ടത് ആരാണ്? വധശിക്ഷയാണ് എന്ന് ശരീഅത്ത് കോടതിക്ക് വിധിക്കാം. പക്ഷേ ആ ശരീഅത്ത് കോടതി അത് നടപ്പിലാക്കൂല. അത് നടപ്പിലാക്കാനുള്ള അവകാശം അല്ലാഹു പറഞ്ഞു, വഖദ് ജഅൽനാ ലിവലിയി സുൽത്താന. അതിനുള്ള അധികാരം നമ്മൾ നൽകിയത് ഉത്തരവാദിത്തപ്പെട്ട ആരാണോ കൊല്ലപ്പെട്ടത് അയാളുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്കാണ്. അവര് പറഞ്ഞാലേ കൊല്ലൂ. അവർക്ക് വേണമെങ്കിൽ മാപ്പ് കൊടുക്കാം, അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഫമൻ ഉഫിയ ലഹു മിൻ അഖീഹി ശൈഉൻ. അഫ്വ് ചെയ്തു കൊടുത്താൽ അത് അവർക്ക് സ്വീകരിക്കാം, മാപ്പ് കൊടുക്കാം. അതല്ലെങ്കിൽ ദിയ വാങ്ങിയിട്ട് മാപ്പ് കൊടുക്കാം, പ്രായശ്ചിത്തം വാങ്ങിയിട്ട് മാപ്പ് കൊടുക്കാം. ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി കൊണ്ട് പഠിപ്പിക്കുന്ന ആയത്തുകളാണ്, ഹദീസുകളാണ്. ഇതാണ് ഇസ്ലാമിക ശരീഅത്ത്. ഒരാളെ ഈ രൂപത്തിൽ കൊന്നാൽ മനഃപൂർവ്വമാണ് കൊല്ലുന്നത് എങ്കിൽ രണ്ട് മൂന്ന് രൂപത്തിൽ കൊലപാതകങ്ങളുണ്ട്. ഒന്ന് അബദ്ധത്തിൽ സംഭവിക്കാം. ഇസ്ലാമിക ശരീഅത്തിനെ സംബന്ധിച്ചിടത്തോളം അബദ്ധത്തിലാണ് സംഭവിച്ചത് എന്ന് കോടതിക്ക് തെളിഞ്ഞാൽ അയാൾക്ക് ശിക്ഷയില്ല, അയാളെ വെറുതെ വിടും. എന്നാൽ മനഃപൂർവ്വമാണ് എങ്കിൽ അവിടെ ഈ ശിക്ഷയാണ് നടപ്പാക്കുക. അൽ ഖത്ല, അൽ ഖിസാസു ഫിൽ ഖത്ല, തിരിച്ച് കൊല്ലുക എന്നുള്ളതാണ്. ഇവിടെയും നമ്മൾ മനസ്സിലാക്കേണ്ടത് 3 രൂപത്തിലാണ് ഈ ശിക്ഷ നടപ്പിലാക്കുന്നത്. ഈ സാഹചര്യത്തിൽ കുറ്റം തെളിയിക്കപ്പെട്ടാൽ 3 രൂപത്തിൽ. ഒന്ന് വധശിക്ഷയാണ്, രണ്ടാമത്തത് മോചനദ്രവ്യം നൽകുക എന്നുള്ളതാണ്, മൂന്നാമത്തത് ഒന്നും വാങ്ങാതെ, മോചനദ്രവ്യം പോലും, ഈ ബ്ലഡ് മണി പോലും വാങ്ങാതെ ബന്ധുക്കൾക്ക് മാപ്പ് നൽകാം എന്നുള്ളതാണ്. അബ്ദുറഹീമിന്റെ വിഷയത്തിൽ നമ്മൾ കാണുന്നത് എന്താണ്? നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ വലിയൊരു ക്രൗഡ് ഫണ്ടിങ് 34ഓളം കോടി രൂപ സമാഹരിച്ചത് അദ്ദേഹത്തിന്റെ കുടുംബം ഞങ്ങൾ മാപ്പ് കൊടുക്കാൻ തയ്യാറല്ല, ഇനി മാപ്പ് കൊടുക്കണമെങ്കിൽ ഞങ്ങൾക്ക് ദിയ ആവശ്യമാണ്, ബ്ലഡ് മണി ആവശ്യമാണ് എന്ന് പറഞ്ഞ്, ഇത് ഇസ്ലാം അവർക്ക് അനുവദിച്ചതാണ്. നമുക്കത് കൊടുക്കാനും അത് സമാഹരിക്കാനുമുള്ള അനുവാദം നമുക്കുമുണ്ട്. വേറെ നമ്മൾ മനസ്സിലാക്കി, ഇതിനൊക്കെ എതിരും പറയുമ്പോൾ, ഇതിന്റെ കാടത്വത്തെക്കുറിച്ചും ക്രൂരതയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ മറ്റുള്ള കോടതികളിലൊക്കെ ഈ രൂപത്തിൽ തെളിയിക്കപ്പെട്ട് വധശിക്ഷ വിധിച്ചു കഴിഞ്ഞാൽ പിന്നെ ആർക്ക് രക്ഷപ്പെടാൻ മറ്റു മാർഗങ്ങൾ ഉണ്ടാവില്ല. പക്ഷെ ഇവിടെ അതിനുള്ള മാർഗങ്ങൾ പോലും ഇസ്ലാം വെച്ചിട്ടുണ്ട്. ആ മാർഗങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അദ്ദേഹത്തെ രക്ഷപ്പെടുത്തുന്നത്. അത് ഇസ്ലാമിന്റെ ഏറ്റവും വലിയ മാനവികമായ അതിന്റെ നിലപാട് മുഴച്ചു നിൽക്കുന്ന, തെളിഞ്ഞു നിൽക്കുന്ന അതിന്റെ ആ നിലപാടിനെയാണ് നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ശിക്ഷ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇത് തീരുമാനിക്കുന്നത് അദ്ദേഹത്തിന്റെ കുടുംബങ്ങളാണ്. അല്ലാഹു പറഞ്ഞു, വമൻ ഖുതില മദ്ലൂമൻ ഫഖദ് ജഅൽനാ ലിവലിയിഹി സുൽത്താന. അതിന്റെ അവകാശം ആർക്കുള്ളത്? അയാളുടെ കുടുംബത്തിന്. അദ്ദേഹത്തിന്റെ പിതാവ് നേരത്തെ മരണപ്പെട്ടു പോയിട്ടുണ്ട്. ഈ കേസ് 18 വർഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പിതാവ് മരണപ്പെട്ട, ആ കുട്ടിയുടെ പിതാവ് മരണപ്പെട്ടു. പിന്നെ ഉണ്ടായിരുന്നത് അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠനാണ്. അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠനോട് കോടതി ചോദിച്ചു, എന്ത് ചെയ്യണം? അദ്ദേഹം പറഞ്ഞു, കൊല്ലണം, ഇതല്ലാതെ മറ്റൊന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. കാരണം അദ്ദേഹത്തിന്റെ അടുത്ത് പല അശ്രദ്ധകളും സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹത്തിൽ നിന്ന് കയ്യബദ്ധം പറ്റിയതാണെങ്കിൽ ഞങ്ങളെ വിളിച്ചാൽ മതിയായിരുന്നു. ഒരുപാട് ന്യായങ്ങൾ അവർ കോടതിയിൽ പറയുന്നുണ്ട്. ഞങ്ങളെ വിളിച്ചാൽ മതിയായിരുന്നു, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാൽ മതിയായിരുന്നു, ഞങ്ങൾ അനിയനെ രക്ഷപ്പെടുത്താൻ സാധിക്കുമായിരുന്നു എന്നൊക്കെ അവർ പറയുന്നുണ്ട്. ഇതേ രൂപത്തിൽ അവർ വധിക്കണമെന്ന് പറഞ്ഞു. ഇദ്ദേഹത്തിന് മറ്റൊരു അനിയൻ കൂടെ ഉണ്ട്, പ്രായപൂർത്തി എത്തിയിട്ടില്ല. ഇസ്ലാമിന്റെ ഒരു മാനവികത കൂടെ അവിടെയാണ്. ഇവരെല്ലാവരും ഈ അഭിപ്രായത്തിൽ ഒന്നിച്ചെങ്കിലേ വധശിക്ഷ ഉണ്ടാകൂ. അനിയന് പ്രായപൂർത്തിയാവുന്നത് വരെ കോടതി കാത്തുനിന്നിട്ട് അനിയനോട് ചോദിച്ചു, എന്ത് ചെയ്യണം? അനിയനും ഇതേ നിലപാട് തന്നെയാണ്. അനിയൻ നിലപാട് മാറ്റിയിരുന്നെങ്കിൽ ഈ ശിക്ഷ നടപ്പിലാക്കൂലായിരുന്നു. ഇതൊക്കെ ഇസ്ലാമിന്റെ മാനവികമായ നിലപാടിനെയാണ് നമുക്ക് ഓരോരുത്തർക്കും. ഇതൊന്നും മറ്റു കോടതികളിൽ സാധിക്കുന്നതല്ല. അവിടെ ശിക്ഷ വിധിച്ചാൽ ശിക്ഷ നടപ്പിലാക്കുക, അവിടുന്ന് പിന്നെ രക്ഷപ്പെടാൻ വേറെ മാർഗങ്ങളില്ല. പക്ഷെ ഇവിടെ തീർത്തും ആ കുടുംബത്തിന് വേണമെങ്കിൽ മാപ്പ് കൊടുക്കാം.
അതല്ലെങ്കിൽ ദിയ ആവശ്യപ്പെട്ടിട്ട് മാപ്പ് കൊടുക്കാം. ഇതൊക്കെയാണ് ഇവിടെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വമൻ ഉഫിയ ലഹു മിൻ അഖീഹി ശൈഉൻ ഫത്തിബാഉൻ ബിൽ മഅറൂഫ് വഅദാഉൻ ഇലൈഹി ബിഇഹ്സാൻ. സൂറത്തുൽ ബഖറയിലെ 178ാമത്തെ വചനത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മാപ്പ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് അല്ലാഹു പറയുന്നു ദാലിക തഖ്ഫീഫും മിർ റബ്ബിക്കും വറഹ്മ. ഇതൊക്കെ അല്ലാഹുവിന്റെ കാരുണ്യത്തിൽപ്പെട്ടതാണ് എന്ന് പഠിപ്പിച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിഷയത്തിൽ വളരെ കൃത്യമായി കൊണ്ട് തന്നെ നമുക്ക് ഓരോരുത്തർക്കും പഠിപ്പിച്ചു തരുന്നുണ്ട്. സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു വിഷയം, ഇതിന്റെ നീതി എത്രത്തോളം ഉണ്ട് എന്നതാണ്. നമ്മളിവിടെ ഈ ഓരോ സംഭവങ്ങളും എടുത്തു വെക്കുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നീട് പ്രതികാര നടപടി, ഈ കൊലപാതകം എന്നുള്ളത് അത് കാടത്തമാണ് എന്നതാണ്. പക്ഷേ ഇസ്ലാം നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ നമുക്ക് പഠിപ്പിച്ചു വലക്കും ഫിൽ ഖിസാസി ഹയാത്തുൻ യാ ഉലിൽ അൽബാബ്. നോക്കൂ, അല്ലാഹു വിളിക്കുന്നത് യാ ഉലിൽ അൽബാബ്, ബുദ്ധിയുള്ളവരെ എന്നാണ് അല്ലാഹു വിളിക്കുന്നത്. എന്നിട്ട് അല്ലാഹു പറയുന്നത് വലക്കും ഫിൽ ഖിസാസി ഹയാത്തുൻ, ഇത് കാടത്തമല്ല, ഇതൊരു ജീവിതമാണ്, ജീവന്റെ നിലനിൽപ്പാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഇതൊക്കെ ആരാണ് ഇവിടെ വിമർശിച്ചു കൊണ്ടിരിക്കുന്നതെന്നറിയോ? നാട് മുക്കിന് നിസ്സാരമായ കാര്യങ്ങൾക്ക്, കേവല രാഷ്ട്രീയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വെട്ടും കുത്തും കൊലയും നടത്തി അതിന്റെ ചോര കണ്ട് അതിനെക്കുറിച്ച് പ്രശ്നമില്ലാതെ സോഷ്യൽ മീഡിയയിലൂടെയോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും മാർഗത്തിലൂടെ ഒരു വാക്കുപോലും ഉരിയാടാത്ത ആളുകൾ, അവരാണ് പറയുന്നത് ഇത് കാടത്തമാണ്. ഏത് കൃത്യമായ ശിക്ഷാ നടപടികൾ എന്തിനാണ്? അല്ലാഹു പറഞ്ഞു ഹയാത്തിന്, ഇത് ജീവിതത്തിന്റെ നിലനിൽപ്പാണ്, സമൂഹത്തിന്റെ നിലനിൽപ്പിന് അനിവാര്യമാണ് ഈ ശിക്ഷാ നടപടികൾ. ഇതില്ല എങ്കിൽ കൊലപാതകങ്ങൾ വർദ്ധിക്കും. കേവലം ജീവപര്യന്തമോ അതല്ലെങ്കിൽ ജയിലിൽ പോയി താമസിച്ച് കുറച്ചു കഴിഞ്ഞ് ആരോഗ്യമൊക്കെ നന്നാക്കി തിരിച്ചു വരുന്ന രീതിയൊക്കെ ആണെങ്കിൽ ഇത് വർദ്ധിക്കും. അതുകൊണ്ട് കൊലക്ക് കൊല. ഇതാണ് ഇസ്ലാമിന്റെ നിലപാട്. ഇതിൽ ഹയാത്ത് യാ ഉലിൽ അൽബാബ്, ബുദ്ധിയുള്ളവരെ, ഇത് ജീവിതത്തിന്റെ നിലനിൽപ്പിന് അനിവാര്യമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി കൊണ്ട് നമുക്ക് പഠിപ്പിച്ചു തരുന്നു. പിന്നെ ഞാൻ സൂചിപ്പിച്ചതുപോലെ പരസ്യമായ കൊലപാതകം, പരസ്യമായ വധശിക്ഷ, അതാണ് പ്രശ്നം ചിലർക്കും. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ റോട്ടിൽ വെച്ചിട്ടും അതുപോലെ തന്നെ പീടികക്കുള്ളിൽ കയറിയിട്ടുമൊക്കെ വെട്ടിയും കുത്തിയും കൊലപാതകങ്ങൾ നമ്മുടെ നാട്ടിലൊക്കെ പലപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ചൊന്നും ആർക്കൊന്നും ഉരിയാടാനില്ല. മറിച്ച് കൃത്യമായ തെളിവുകൾക്ക് അടിസ്ഥാനത്തിൽ ഈ രൂപത്തിൽ കൊണ്ടുവന്ന് പരസ്യമായി കൊല നടത്തുന്നു, വധശിക്ഷ നടത്തുന്നു. എന്തിനാണ്? മറ്റുള്ളവർക്കൊരു പാഠം, മറ്റുള്ളവർക്കൊരു പാഠം. അതിനു വേണ്ടിയിട്ടാണ് ഈ ആയത്തിൽ വിശദീകരിച്ച് മഹാനായ അബുൽ ആലിയ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു അല്ലാഹുൽ ഖിസാസ ഹയാതൻ. ഈ ഖിസാസ് പ്രതിക്രിയ ഉണ്ടല്ലോ, ഇത് അല്ലാഹു ജീവിതത്തിന്റെ നിലനിൽപ്പാക്കിയിട്ടുണ്ട്. അദ്ദേഹം ചോദിക്കണ്ട, എത്ര ആളുകളാണ് കൊല ചെയ്യാൻ മനസ്സിൽ ആഗ്രഹമുള്ളത്, അവനെ കൊന്നുകളയണമെന്ന് മനസ്സിലാഗ്രഹമുണ്ട്, എന്നാൽ ഞാനും വധിക്കപ്പെടുമല്ലോ എന്നുള്ള ഭയാശങ്കയാണ് ആ പ്രവർത്തനത്തിൽ നിന്ന് അയാളെ അതിന് തടയുന്നത് എന്ന്. അതിനു വേണ്ടിയിട്ടാണ്, ആ ഭയമുള്ളിൽ ഉണ്ടാവാൻ വേണ്ടിയിട്ടാ, അങ്ങനെ അയാൾ ആ ക്രിയയിൽ നിന്നും മാറി നിൽക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇസ്ലാം വളരെ കൃത്യമായി കൊണ്ട് ഇത് പഠിപ്പിക്കുന്നത്. നമ്മൾ ഓരോരുത്തരും ഇത്തരം വിഷയങ്ങളെ കൃത്യമായി മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനുമാണ് തയ്യാറാവേണ്ടത്. എന്തൊക്കെയാണ് ഇസ്ലാം ഇതിന്റെ യുക്തിപൂർവമായ നിലപാടുകൾ, എന്താണ് ഇത്തരം വിഷയങ്ങളോട് ഇസ്ലാമിന്റെ സമീപനം? കേവലം ഒരു നിരപരാധിയായ ആളെ അല്ല, അങ്ങനെയല്ല കോടതിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളത്. സാക്ഷികളും തെളിവുകളും സാഹചര്യ തെളിവുകളും ഒക്കെ വെച്ച് അദ്ദേഹം അപരാധിയാണെന്ന് ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് കോടതി ആ ശിക്ഷ വിധിച്ചിട്ടുള്ളത്. അദ്ദേഹം അപരാധിയാണോ അല്ലേ എന്ന് നമുക്കറിയില്ല, അല്ലാഹു അഅലം. സഹോദരങ്ങളെ, ഇസ്ലാമിന്റെ ശിക്ഷാ നിയമങ്ങൾ, അതിനകത്തുള്ള യുക്തി, അതിന്റെ മാനവികത, അതിന്റെ നീതിബോധം, അതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി അവന്റെ നിയമാവലികളെ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും കൃത്യമായി ഈമാനോടുകൂടെ ജീവിക്കാനും അല്ലാഹു നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹമുള്ള സഹോദരങ്ങളെ, അടുത്ത വെള്ളിയാഴ്ച വളരെയേറെ ഗൗരവമുള്ള ഒരു ഇലക്ഷൻ തെരഞ്ഞെടുപ്പ് നമ്മുടെ നാട്ടിൽ നടക്കാൻ പോവുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഓരോരുത്തരും
നമ്മുടെ വോട്ടവകാശം ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്നത് ഉറപ്പ് വരുത്തുക എന്നുള്ളതാണ് എല്ലാവരെയും സൂചിപ്പിക്കാനുള്ളത്. നമ്മുടെ രാജ്യം അത് മതനിരപേക്ഷ നിലപാടോടുകൂടെ തന്നെ മുന്നോട്ട് പോവുക, അതിൻ്റെ ഒരു നിലനിൽപ്പിന് അനിവാര്യമായ കക്ഷി ആരാണോ അവർക്ക് വോട്ട് ചെയ്യുക, ഏതെങ്കിലും ഒരു പാർട്ടിക്ക് വോട്ട് ചെയ്യുക എന്നുള്ളതല്ല. ആ ഒരു രീതിയിൽ നമ്മുടെ രാജ്യം മുന്നോട്ട് പോകാൻ ബുദ്ധിയോടുകൂടി, ബുദ്ധി ഉപയോഗപ്പെടുത്തി, വിവേചന ശേഷി ഉപയോഗപ്പെടുത്തി നമ്മൾ ആർക്കാണോ വോട്ട് ചെയ്യേണ്ടത് അവർക്ക് നമ്മൾ വോട്ട് ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. സമാധാന അന്തരീക്ഷം നമ്മുടെ നാട്ടിൽ നിലകൊള്ളേണ്ടതുണ്ടോ? നമ്മുടെ നാട്ടിൽ ഈ അടുത്ത കാലഘട്ടത്തിലായി പലതരത്തിലുള്ള ഭീകരവാദ പ്രവർത്തനങ്ങൾ, തീവ്രവാദ പ്രവർത്തനങ്ങൾ, വിദ്വേഷ പ്രവർത്തനങ്ങൾ, തമ്മിലടിപ്പിക്കൽ, ഇതിനൊക്കെയുള്ള പരിശ്രമങ്ങൾ ചുറ്റുഭാഗത്തു നിന്ന് ഉണ്ടായിത്തീരുന്നുണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ മാറി നിന്നുകൊണ്ട് അബ്ദുറഹീമിന്റെ വിഷയത്തിൽ പോലും നമ്മൾ കണ്ടത് നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സമാധാനമുള്ള, സന്തോഷമുള്ള, സ്നേഹമുള്ള, ഐക്യമുള്ള ഒരു വിഭാഗം നമ്മുടെ കേരളത്തിൽ ഇപ്പോഴും ഉണ്ട്. ഈ തരത്തിലുള്ള വർഗീയതയും വിദ്വേഷവും ഒന്നും നമ്മുടെ നാട്ടിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല എന്നാണ്. ഇതിനേക്കാൾ ഐക്യത്തോടെ, സമാധാനത്തോടു കൂടെ മുന്നോട്ട് പോകണമെങ്കിൽ സഹോദരങ്ങളെ, നമ്മൾ ഓരോരുത്തരും ഗൗരവത്തോടെ, ബുദ്ധിപരമായി നമ്മുടെ ആ വോട്ടവകാശം ഉപയോഗപ്പെടുത്തിയ മതിയാവൂ എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത്. തീർച്ചയായും വെള്ളിയാഴ്ച അടുത്ത വെള്ളിയാഴ്ചയാണ്. ഈ കാലഘട്ടത്തിനിടയ്ക്കൊന്നും വെള്ളിയാഴ്ച ലക്ഷ്യം വന്നിട്ടില്ല. അപ്പൊ വെള്ളിയാഴ്ച ലക്ഷ്യം വന്നത് കൊണ്ട് തന്നെ നമ്മിൽപ്പെട്ട പല ആളുകളും വെള്ളിയാഴ്ചയാണല്ലോ, എന്തപ്പം വെള്ളിയാഴ്ച ലക്ഷ്യം വെച്ചത്, അതുകൊണ്ട് വെള്ളിയാഴ്ച ഞാൻ വോട്ട് ചെയ്യുന്നില്ല എന്ന ചില നിലപാടുകളൊക്കെ ചിലരുണ്ടാകും. അല്ല, വെള്ളിയാഴ്ചയായാലും ഏത് ദിവസമായാലും നമ്മൾ നമ്മുടെ വോട്ടവകാശം ഉപയോഗപ്പെടുത്തിയേ മതിയാവും. ഇത് ഗൗരവമുള്ള വിഷയമാണ്. ഇത് നിസ്സാരവൽക്കരിച്ചുകൊണ്ട് ആ രൂപത്തിൽ തള്ളിക്കളയേണ്ട ഒരു വിഷയമല്ല. നാമും നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ഓരോരുത്തരും ആ വോട്ട് ചെയ്തിട്ടുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും ഉറപ്പുവരുത്തണം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട, വെള്ളിയാഴ്ചയുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, വെള്ളിയാഴ്ച നമ്മൾ സാധാരണക്കാരായ ആളുകളൊക്കെ നേരത്തെ ജുമഅക്ക് മുമ്പ് തന്നെ വോട്ട് ചെയ്യാൻ ശ്രദ്ധിക്കണം. ജുമഅ വളരെ കുറഞ്ഞ രൂപത്തിൽ, ഏറ്റവും ചെറിയ രൂപത്തിലായിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് നിർവഹിക്കാൻ പറ്റും. ഏറ്റവും എളുപ്പത്തിൽ നമുക്കതൊക്കെ നിർവഹിക്കാൻ പറ്റും. ജുമഅയുമായി ബന്ധപ്പെട്ടിട്ട് വോട്ട് ചെയ്യാത്ത ഒരു വിഷയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവരുത്. ആ വെള്ളിയാഴ്ചയിൽ ഉണ്ടാവും. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ജുമഅയുടെ മുമ്പ് തന്നെ, നേരത്തെ തന്നെ അത് നിർവഹിക്കാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാവുക. അന്നത്തെ ദിവസം യാത്രകളോ ജോലി തിരക്കുകളോ വോട്ട് ചെയ്യാതിരിക്കാനുള്ള ഒരു കാരണമായി നമുക്ക് മാറരുത്. അന്നത്തെ ദിവസം മറ്റെല്ലാം നമ്മൾ മാറ്റിവെക്കണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇലക്ഷൻ ഡ്യൂട്ടിയുമായി ബന്ധപ്പെട്ട ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, അവർ ദൂരസ്ഥലത്തേക്ക് പോകുന്നവരാണെങ്കിൽ അവർക്ക് യാത്രയുടെ ഇളവുകൾ ഉപയോഗിക്കാം. ജംആയിട്ട് അവർക്ക് നമസ്കാരം ളുഹർ അസറിലേക്ക് അവർക്ക് മാറ്റിവെക്കാം. ആ ഇലക്ഷൻ ബൂത്തിൽ നിന്ന് അവർക്ക് പുറത്തു വരാൻ സാധ്യമല്ല. ആ സമയത്ത് അവർക്ക് ളുഹർ നമസ്കരിച്ചാൽ മതി. ജുമഅക്ക് പോലും അവർ പുറത്തേക്ക് വരേണ്ടതില്ല. ഈ ഉദുറുകളൊക്കെ അവർ ഉപയോഗപ്പെടുത്തുക എന്നുള്ള, ഫലപ്രദമായി അതിനെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് ഇതിലൂടെയൊക്കെ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്. ഇസ്ലാമികമായി നമുക്ക് അനുവദിക്കപ്പെട്ട ഇളവുകളൊക്കെ ഉപയോഗപ്പെടുത്തി വെള്ളിയാഴ്ചയായാലും ആ വെള്ളിയാഴ്ച ഏറ്റവും സുന്ദരമായ രൂപത്തിൽ നമ്മുടെ അവകാശങ്ങൾ ഉപയോഗപ്പെടുത്തി ഏറ്റവും നല്ല ഒരു ഭരണകൂടത്തെ കൊണ്ടുവരാനുള്ള പരിശ്രമത്തിൽ നമ്മളെല്ലാവരും ഗൗരവത്തോടെ ഈ വിഷയത്തെ നോക്കിക്കണ്ട് ഭാഗവാക്കാകണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ.